ഹലോ ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമുക്കും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട, നമ്മൾ ഗുരുവായൂർക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ KSRTCയിലാണ് നമ്മൾ കയറിയത്. ഒരു 10:10 എടുക്കുമെന്നാണ് പറഞ്ഞത് ചെത്തിപ്പടിയിൽ നിന്ന്. ഞാൻ എൻ്റെ വീട്ടിലാണ്, വള്ളിക്കുന്നാണ്. അപ്പം അവിടെ നിന്ന് അമ്മയുടെ കൂടെയാണ് പോകുന്നത്. ഞാനും അമ്മയും മോനും മാത്രമേ ഉള്ളൂ കേട്ടോ. രാവിലെ പോയിട്ട് വൈകുന്നേരം വരാമെന്ന് കരുതിയിട്ടാണ്. പക്ഷേ നമ്മളെ പറ്റിച്ച് KSRTC 10:45 വന്ന്. അതിൻ്റെ ഇടയിലുള്ളൊരു ബസ് മിസ്സായി. അപ്പം നമുക്ക് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അമ്പലത്തിൽ ചെയ്യാനുണ്ട്, വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക, ഒരു യൂട്യൂബറും കൂടി കാണാനുണ്ട് അവിടെ. എന്നുവെച്ചാൽ അവർ അരങ്ങേറ്റാണ്. ജിനൂസ് വ്ളോഗ് യൂട്യൂബ് കാണുന്ന ചില ആൾക്കാർക്കൊക്കെ അറിയാൻ മതിയാവും. ജിനൂസ് വ്ളോഗിൽ ജിനൂസിൻ്റെ അരങ്ങേറ്റാണ്. അപ്പോൾ അവരെ കാണുന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഏതായാലും നമ്മൾ ഗുരുവായൂർ പോകണല്ലോ, അപ്പോൾ അവരെയും കൂടി ഒന്ന് കാണാൻ കരുതി. അപ്പം അവിടെ ചെന്നപ്പം 1 മണിയൊക്കെ ആകുമ്പം 10:40 വണ്ടി എടുത്തിട്ട് നമ്മളൊരു 12:40 1 മണീൻ്റെ മുന്നേ എത്തിയിട്ടുണ്ട് അവിടെ. പിന്നെ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിക്കാൻ പോയി. പിന്നെ 3:30ക്കാണ് പിന്നെ ഇനി അടുത്ത ഉള്ളിലേക്ക് കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ചില ഉച്ചയ്ക്ക് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഒരുപാട് ടൈം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ നമ്മളോട് പറഞ്ഞു നമ്മൾ ലൈൻ നിന്നോളൂ, ഞാൻ പിന്നെ എന്തെങ്കിലും മേടിച്ച് കൊടുത്തിട്ട് വരാം, അല്ലാതെങ്കിൽ ലൈനിൽ നിൽക്കാൻ സമ്മതിക്കില്ല. അത്രയും മണിക്കൂർ നമ്മളവിടെ ലൈൻ നിൽക്കല്ല, ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അമ്മനെ അവിടെ ആക്കിയിട്ട് മോനെയും കൂട്ടിയിട്ട് ആ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയതാണ്. അപ്പോൾ സാധനം എന്ന് പറഞ്ഞാൽ അവനുള്ളൊരു ടോയ്സ് മാത്രം മേടിച്ചുള്ളൂ. പിന്നെയൊക്കെ നമുക്ക് ഉള്ളതൊക്കെ നമ്മൾ പിന്നെ തൊഴുത് വന്നതിന് ശേഷമാണ് നമ്മൾ വാങ്ങിക്കാൻ പോയത്. സമയവും ഇല്ലായിരുന്നു തീരെ നോക്കിയെടുക്കാനൊന്നും. രാവിലെ വന്നിട്ട് വൈകുന്നേരം പോവില്ലേ. അപ്പോൾ നമ്മൾ ദർശനമൊക്കെ വേഗം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 4 മണി 4:30 മുന്നേ തന്നെ 4:15 ആകുമ്പോൾ തന്നെ നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. 5 മണിയാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. പിന്നെ അതാ നല്ല ഹാപ്പിയിലാണ്. മച്ചാണ്ട വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഒരു സന്തോഷമാണ്. പിന്നെ അവിടുത്തെ ഒരുപാട് എന്താ പറയുക, വിഗ്രഹങ്ങളൊക്കെ കണ്ടപ്പം കൊതിയായിട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഹസ്ബൻഡ് വന്നിട്ട് നമുക്ക് ഇനി വന്നിട്ട് വേണം ഓരോ കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്, മനസ്സിലിങ്ങനെ കരുതിയിട്ടുണ്ട് മേടിക്കണം എന്നുള്ളത്. പിന്നെ ഒരുപാട് പേര് ഇവിടെ യൂട്യൂബേഴ്സാണല്ലോ. ഇപ്പോൾ എല്ലാവരും യൂട്യൂബേഴ്സാണ്, അധികം ആൾക്കാർ. അപ്പോൾ ഓരോരുത്തർ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്കൊരു ആഗ്രഹം ചെയ്യണം എന്നൊക്കെ, പക്ഷേ എടുത്തു തരാനൊന്നും ആളില്ലല്ലോ. പിന്നെ ഒരു ചമ്മലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതനുസരിച്ച് ആടി കളിക്കുകയാണ്. പിന്നെ ഓരോ മക്കളെ അരങ്ങേറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പം ജിനൂസിനെ കാണാൻ പറ്റിയ നമ്പർ കിട്ടി, അവരെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റി. അവർക്ക് വളരെയധികം സന്തോഷമായി നമ്മളെ കണ്ടപ്പം. നല്ല ഫ്രണ്ട്ലിയാണ് ആൾ. അപ്പം ഇത്രയും ദൂരത്ത് നിന്ന് നമ്മളെ കാണാൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇനി അവരെ കോണ്ടാക്റ്റൊക്കെ ചെയ്യാമല്ലോ നമുക്ക്. അവരെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് നല്ല ഒരു ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് അവരുടേത്. അപ്പം നമ്മൾ പ്രഹസനമായിരുന്നു. പിന്നെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മൾ. നന്നായിക്കണമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയും നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മളിപ്പോൾ യൂട്യൂബിൽ ഓരോ കാര്യങ്ങൾ പഠിച്ച് വരുന്നുള്ളൂ. അപ്പോൾ ഇഷ്ടം കൊണ്ട് ചെയ്ത് നോക്കുകയാണ്. എത്രത്തോളം ശരിയാവേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. ഓക്കെ, ബൈ.